സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ക്വിക്ക് റിവിഷനാണ്. PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 250 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം. വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. മിതവാദി. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം DNA ആണ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? DNA. നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം 3 അവ ദൃഢപടലം, രക്തപടലം, റെറ്റീന. നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം 3, ദൃഢപടലം, രക്തപടലം, റെറ്റീന. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 7. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ്? വന സംരക്ഷണം. ഇന്ദിരാ പ്രിയദർശിനി അവാർഡ് ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകുന്ന പുരസ്കാരമാണ്? വന സംരക്ഷണമാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാർസെക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാർസെക്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂറാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശശി തരൂർ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. പെൻലാൻഡൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ് എന്നത്. നിക്കൽ. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കേളപ്പനെ പറ്റി പറഞ്ഞത് ആരാണ്? സുകുമാർ അഴീക്കോടാണ്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കേളപ്പനെ പറ്റി പറഞ്ഞത് സുകുമാർ അഴീക്കോട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപിക. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള.
1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന് കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന് കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മാവ് പൊളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മാവ് പൊളിക്കുമ്പോൾ പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ള. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിതനായത് GC മുർമു ആണ്. GC മുർമു. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? രംഗസ്വാമി കപ്പ് ഹോക്കിയാണ്. ഹോക്കി. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്ക. SiO2. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിലിക്ക. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ആണ്. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ആണ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കുന്നതിനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം എത്രയാണ്? 20 സെക്കൻഡ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിതയാണ് KC ഏലമ്മ. KC ഏലമ്മ. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേര് പ്രതീക്ഷ. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേരാണ് പ്രതീക്ഷ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ലൈക്കോപ്പീൻ. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ലൈക്കോപ്പീൻ. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം 1997. പ്രസാർ ഭാരതി നിലവിൽ വന്നത് 1997. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ സിംല കരാറാണ്. സിംല കരാർ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം
ദുരവസ്ഥ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? അവശിഷ്ടാധികാരം. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? അവശിഷ്ടാധികാരം. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു സമരം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? ശാന്തി പ്രസാദ് ജെയിനാണ്. ശാന്തി പ്രസാദ് ജെയിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത് മക്സസെ അവാർഡാണ്. ഏഷ്യയുടെ നോബൽ മക്സസെ അവാർഡ്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ത്വക്കിലാണ്. ത്വക്ക്. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ വൈറ്റമിൻ ഇ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? മൗലിക അവകാശങ്ങളെയാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? മൗലിക അവകാശങ്ങൾ. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ബടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ. 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്? കുട്ടനാടാണ്. ഒരണ സമരം നടന്നത് കുട്ടനാട്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. കെ സുരേന്ദ്രന്റെ പതാക എന്ന കൃതിയുടെ പശ്ചാത്തലമായ പ്രക്ഷോഭം പുന്നപ്ര വയലാറാണ്. കെ സുരേന്ദ്രന്റെ പതാക എന്ന കൃതിയുടെ പശ്ചാത്തലമായ പ്രക്ഷോഭം പുന്നപ്ര വയലാർ. നേത്രരോഗി എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയിരുന്നത് ഇ.വി. കൃഷ്ണപിള്ളയാണ്. നേത്രരോഗി എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയിരുന്നത് ഇ.വി. കൃഷ്ണപിള്ള. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ വിസ്തീർണത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മാന്റിൽ. ഭൂവൽക്കത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നത് മാന്റിൽ. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗം കാമ്പ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കറാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ലോകസഭാ സ്പീക്കർ. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗം അറിയപ്പെടുന്നത് കാര്യനിർവഹണ വിഭാഗം. മെസോപൊട്ടേമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. മെസോപൊട്ടേമിയ എന്ന വാക്കിനർത്ഥമാണ് 2 നദികൾക്കിടയിലുള്ള പ്രദേശം. മെസോപൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം. മെസോപൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം. ഭൂമിയുടെ കാമ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേര് നിഫെ. ഭൂമിയുടെ കാമ്പ് നിഫെ. ഭൂവൽക്കത്തെയും മാന്റിലിന്റെയും ഉപരിഭാഗത്തെയും ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലം. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായി പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായി പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ഗവർണർ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണർ. കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില കായാന്തരിത ശില. കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ. കോത്താരി കമ്മീഷൻ. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോടെറിക്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോടെറിക്. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകമാണ് ടെക്നീഷ്യം. മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ്, ഗ്രാഫൈറ്റ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4 ആണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധിയാണ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയനാണ് മഹാത്മാഗാന്ധി. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരെ എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് ക്യൂണിക്കൾച്ചർ. ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. ലോകസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത് 1952 മെയ് 13 1952 മെയ് 13 ലോകസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത്. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരണമാണ്? കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് രോമത്തിൻ്റെ രൂപാന്തരണമാണ്. രോമത്തിൻ്റെ രൂപാന്തരണമാണ് കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെയാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. പൈറോലുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? പൈറോലുസൈറ്റ് മാംഗനീസിൻ്റെ അയിരാണ്. മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്, മാംഗനീസ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറാണ്. ജസ്റ്റിസ് സുജാത മനോഹറാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത് 1973. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 24. ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് പാർവതി നെന്മേനി മംഗലമാണ് ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത്. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിനാണ്. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ക്ലോറിൻ. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗം ആകുന്നതിന് മുമ്പ് ദേശീയ മൃഗം ഏതായിരുന്നു? ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. കടുവയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹം. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏതു ഭാഷയിൽ നിന്നാണ്? കമ്പ്യൂട്ടർ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ലാറ്റിൻ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിനാണ് പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ടയാണ്. റഫറൻസ് പ്രോട്ടീൻ, മുട്ട. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത് 1986. 1986.
സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം അപവർത്തനമാണ്. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം അപവർത്തനം. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 5-ാമത്തേതാണ്. 5-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ഗ്രാമഫോൺ കണ്ടെത്തിയത് എഡിസൺ ആണ്. ഗ്രാമഫോൺ കണ്ടെത്തിയത് എഡിസൺ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. പദാർത്ഥത്തിൻ്റെ 4-ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ 4-ാമത്തെ അവസ്ഥ പ്ലാസ്മ. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാൽ. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാൽ. അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ 17 ആണ്. നവംബർ 17 അന്തർദേശീയ വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 17. അഷ്ടപതിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. അഷ്ടപതിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെക്മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെക്മാർക്ക്. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് പ്രോഹിബിഷൻ ആണ്. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് പ്രോഹിബിഷൻ. പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961 ആണ്. പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. ചന്ദ്രയാൻ 2വിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2വിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നത് മുത്തയ്യ വനിത. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ന്യൂറോളജി. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ ന്യൂറോളജി. ടൈ ബ്രേക്കർ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ടൈ ബ്രേക്കർ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന ചന്ദ്രോപരിതലത്തിൻ്റെ ഭാഗം 59%. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രോപരിതലത്തിൻ്റെ ഭാഗം എത്രയാണ്? 59%. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചതാരാണ്? ഡോക്ടർ പൽപ്പു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷം നീണ്ടുനിന്നു? 190 വർഷം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷം നീണ്ടുനിന്നു? 190 വർഷം. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ് എന്നാണ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാക്കുന്നത്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയി മാർട്ടിൻ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി എവറസ്റ്റ് ആണ്. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്നത് എവറസ്റ്റ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ഏത് സംസ്ഥാനം വിഭജിച്ചിട്ടാണ്? ബീഹാർ സംസ്ഥാനം വിഭജിച്ചിട്ടാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞയാണ്. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞ.
പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടിയാണ് എവറസ്റ്റിൻ്റെ ഉയരം. 8848.86 മീറ്റർ. കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക് ആണ്. കണ്ണുനീരിൽ കാണുന്നത് സിങ്ക്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? മഹാപരിനിർവാണ ദിവസ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? മഹാപരിനിർവാണ ദിവസ്. പട്ടുനൂൽ പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം? സെറിസിൽ. പട്ടുനൂൽ പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യമാണ് സെറിസിൽ. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? ഡാർക്ക് സ്പോട്ട് നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂൺ. ബാരീസ് എന്നറിയപ്പെടുന്ന നദി പമ്പ നദിയാണ്. ബാരീസ് എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? പമ്പ നദി. പെർട്ടുസീസ് എന്നറിയപ്പെടുന്ന രോഗം? പെർട്ടുസീസ്. വില്ലൻ ചുമയാണ് പെർട്ടുസീസ് എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്ഫിയർ. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്ത് ഉൽപാദനത്തിലാണ് പ്രസിദ്ധി ആർജിച്ചത്? വാഴക്കുളം ഗ്രാമം കൈതച്ചക്ക. കൈതച്ചക്കയുടെ ഉൽപാദനത്തിലാണ് എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം പ്രസിദ്ധി ആർജിച്ചത്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ്. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. റാണി ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂരാണ്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. ടി.കെ. മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചത് ചരമഗതമാണ്. ടി.കെ. മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചത് ചരമഗതം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദി. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി. കുട്ടംകുളം സമരത്തിൻ്റെ നേതാവ് പി.കെ. കുമാരൻ മാസ്റ്റർ. കുട്ടംകുളം സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു? പി.കെ. കുമാരൻ മാസ്റ്റർ. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിൻ്റെ പ്രതിപാദ്യം സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിൻ്റെ പ്രതിപാദ്യം സംസ്ഥാനങ്ങളുടെ യൂണിയൻ. പ്രകൃതിയാലുള്ള കാന്തമാണ് ലോഡ് സ്റ്റോൺ. ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണയാണ് മാർഗരിൻ. ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണ മാർഗരിൻ. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH85. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് വെബറാണ്. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് വെബർ.
കടുക്ക, താനിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേരാണ് ത്രിഫല. ത്രിഫലയിൽ വരുന്നത് കടുക്ക, താനിക്ക, നെല്ലിക്ക എന്നിവയാണ്. ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് കാളിദാസൻ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് കാളിദാസൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻ ചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടിയാണ്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. ഞെള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞെള്ളാനി ഏലമാണ്. ഏലം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥി. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 പ്ലാസി യുദ്ധം 1757. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി കാഞ്ചൻജംഗ. വാഹനങ്ങളുടെ വേഗമളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗമളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. കൊല്ലവർഷം തുടങ്ങിയത് AD 825 AD 825. ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗമാണ് കോൾ. ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം കോൾ. ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? ഒരു ഗ്രോസ് എന്നത് 144 എണ്ണമാണ്. ഒരു ഗ്രോസ് 144 എണ്ണം. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യമാണ് ഫിൻലാൻഡ്. നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യം ഫിൻലാൻഡ്. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ ആണ്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബണാണ് ചാർക്കോൾ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് ഏത് വാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ ഡയോക്സൈഡ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് ഏത് വാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ ഡയോക്സൈഡ്. കാടകം വന സത്യാഗ്രഹം നടന്ന ജില്ല കാസർഗോഡാണ്. കാടകം വന സത്യാഗ്രഹം നടന്ന ജില്ല കാസർഗോഡ്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലമാണ് അപകേന്ദ്ര ബലം. അപകേന്ദ്ര ബലം. ഏത് സംവിധാനത്തിൻ്റെ ആപ്തവാക്യമാണ് സുരക്ഷായാനം? സുരക്ഷായാനം എന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസം റേഡിയോ ആക്ടിവിറ്റി. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടക. പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം 1962. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം 1962. ഡ്രൈ ഡേ ആചരണം എന്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്? കൊതുക് നശീകരണം. ഡ്രൈ ഡേ ആചരണം എന്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്?
കൊതുകു നശീകരണം. കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാസ്ലിംഗ് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാസ്ലിംഗ്. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ച നേതാവ് ശങ്കർ ഗുഹ നിയോഗിയാണ്. ശങ്കർ ഗുഹ നിയോഗി. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ച നേതാവ് ശങ്കർ ഗുഹ നിയോഗി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? സർവശിക്ഷ അഭിയാൻ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? സർവശിക്ഷ അഭിയാൻ. OV വിജയന്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. OV വിജയന്റെ ആദ്യ നോവൽ ഖസാക്കിന്റെ ഇതിഹാസം. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസമാണ് ടിക്മോട്രോപിസം. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം ടിക്മോട്രോപിസം. സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക ആരണ്യകം. സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് ആരണ്യകം. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ഉപരാഷ്ട്രപതിയാണ്. ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ഉപരാഷ്ട്രപതി. പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു എന്നതാണ് പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറം പുറക്കാട്. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറമാണ് പുറക്കാട്. ആഷസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ച വർഷം 1882. ആഷസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ചത് 1882 ഖരാവസ്ഥയിലുള്ള ഹാലജനാണ് അയഡിൻ. ഖരാവസ്ഥയിലുള്ള ഹാലജൻ അയഡിൻ. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ്. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകം ആന്റിമണി. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകമാണ് ആന്റിമണി. കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ദാമൻ ഗംഗ ഗുജറാത്തിലാണ്. ഗുജറാത്ത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രലിൻ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരൾ. ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? താടിക്കും കഴുത്തിനും ഇടയിലാണ് ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നത്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ PN പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ PN പണിക്കർ. എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ്. എയ്ഡ്സ് രോഗനിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം? സൊമാറ്റോട്രോപ്പിനാണ്. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം? സൊമാറ്റോട്രോപ്പിൻ.
പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ബൊമാൻസ് ക്യാപ്സൂൾ ശരീരത്തിലെ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബൊമാൻസ് ക്യാപ്സൂൾ വൃക്കയാണ്. ബൊമാൻസ് ക്യാപ്സൂൾ ശരീരത്തിലെ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൃക്ക. രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ സ്ഫിഗ്മോ മാനോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? സ്ഫിഗ്മോ മാനോമീറ്റർ കണ്ടുപിടിച്ചത് ജൂലിയസ് ഹാരിസൺ ആണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ സ്ഫിഗ്മോ മാനോമീറ്റർ കണ്ടുപിടിച്ചത് ജൂലിയസ് ഹാരിസൺ. മനുഷ്യ ശരീരത്തിൽ അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയമാണ്. മനുഷ്യ ശരീരത്തിൽ അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയം. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ആൽബനിസമാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബനിസം. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മാലിയസ് ആണ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മാലിയസ്. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976 ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസാണ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓർഗാനോക്ലോറൈഡ് ആണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓർഗാനോക്ലോറൈഡ്. ആര് ആകാശവാണി സന്ദർശിച്ചതിൻ്റെ സ്മരണയ്ക്കാണ് ഇന്ത്യയിൽ നവംബർ 12 പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആകാശവാണി സന്ദർശിച്ചതിൻ്റെ സ്മരണയ്ക്കാണ് ഇന്ത്യയിൽ നവംബർ 12 പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് പൂക്കോട്ടൂറാണ്. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് പൂക്കോട്ടൂർ. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ് ഫെർമിയാണ്. ശ്രീബുദ്ധന്റെ അവസാന വാക്കുകൾ എല്ലാ സങ്കീർണ വസ്തുക്കളും നശിക്കും. ശ്രീബുദ്ധന്റെ അവസാന വാക്കുകൾ എല്ലാ സങ്കീർണ വസ്തുക്കളും നശിക്കും. ശ്രീകൃഷ്ണപുരം കോളേജ് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? വി.ടി. ഭട്ടതിരിപ്പാട്. ശ്രീകൃഷ്ണപുരം കോളേജ് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? വി.ടി. ഭട്ടതിരിപ്പാട്. ഗുംറ ഏത് സംസ്ഥാനക്കാരുടെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ്? ഏത് സംസ്ഥാനത്തെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ് ഗുംറ? ഒഡീഷയിലെയാണ്. ഒഡീഷ. പക്കുയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. പക്കുയി ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശ്. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? മയിൽസ്വാമി അണ്ണാദുരൈ. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപീജി ആണ്. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപീജി. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം ആഗ്രയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം ആഗ്ര. ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസെ അവാർഡിന് അർഹനായത്? സാമൂഹിക നേതൃത്വം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്. മക്സസെ അവാർഡിന് വർഗീസ് കുര്യൻ അർഹനായത്. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി വി.ആർ. പ്രബോധചന്ദ്രൻ നായരാണ്. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് വി.ആർ. പ്രബോധചന്ദ്രൻ നായർ. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന പുസ്തകത്തിലാണ് ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ചത്. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം 1906.
ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം 1906. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥയാണ് കറുത്ത കുള്ളൻ. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥ കറുത്ത കുള്ളൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്